നമസ്കാരം. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി നാർസിസ്റ്റ് ആണോ, അല്ലെങ്കിൽ അവർക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന 7 ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത്. ഈ ലക്ഷണങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുമായിട്ട് തുടർബന്ധം വേണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. സാധാരണയായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടാണ് എപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പല വീടുകളിലും പങ്കാളികൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒന്നാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് ശരി, അവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്, അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യും. എന്നാൽ പങ്കാളിക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒരു കാര്യം പോലും അവർ ചെയ്യില്ല. എന്നാൽ ഇവരെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായമായിരിക്കും പുറത്തുണ്ടാവുക. നിങ്ങൾ ഇവരെ കുറിച്ച് എന്തൊക്കെ സത്യങ്ങൾ പറഞ്ഞാൽ പോലും പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. കാരണം അവർ മറ്റൊരു രീതിയിലുള്ള ചിത്രീകരണമാണ് സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പങ്കാളി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന 7 കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ലവ് ബോംബിംഗ്. ഈ ഒരു വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെപ്പണാണ് ലവ് ബോംബിംഗ്. അതായത് വിവാഹം നിശ്ചയിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പ്രണയബന്ധങ്ങൾ ആരംഭിച്ചതിന് ശേഷമോ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒരുപാട് കെയർ ചെയ്യുകയും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുകയും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സ്നേഹവും പരിചരണവും നൽകാം. പലപ്പോഴും എന്ത് തന്നെ സ്നേഹമാണെങ്കിൽ പോലും അത് അമിതമായാൽ വിഷമാണ്. ഇവിടെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തെ തരത്തിലുള്ള സ്നേഹവും പരിചരണവും ഒക്കെ എല്ലാം നൽകിയിട്ട് ഇതുപോലൊരു വ്യക്തി ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നൊരു രൂപത്തിലൊരു ചിത്രീകരണമാണ് സാധാരണ അങ്ങനെ ചെയ്യാറ്. ആദ്യമൊക്കെ നിങ്ങൾക്കത് വളരെ സന്തോഷമൊക്കെ തരും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്രയൊക്കെ കെയറൊക്കെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് തരാനായിട്ട് കഴിയുമോ? ഇങ്ങനെയൊക്കെ ഒരു ചിന്തകൾ, ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വ്യക്തിയെ സംശയദൃഷ്ടിയോടെ തന്നെ കാണാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. രണ്ടാമതായിട്ടാണ് ലോ എമ്പതി. ഇത്തരം വ്യക്തികൾക്ക് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അവർക്ക് അവരുടെ ഇമോഷൻസ് ആണ് വലുത്, പാർട്ട്ണർ ഇമോഷൻസിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങളെ പരിചരിക്കുവാനും നിങ്ങൾ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിത്തരാനൊന്നും അവർക്ക് കഴിയില്ല. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷമെല്ലാം കിട്ടും. പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നും, ഇതെന്തേ എന്നെ മനസ്സിലാക്കാട്ടെ, ഇത്രയൊക്കെ ഞാൻ കെയർ ചെയ്തിട്ടും ഇത്രയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എന്നോടൊരു ഇഷ്ടവും താല്പര്യവും ഒന്നും തോന്നുന്നില്ല എന്ന് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തിരഞ്ഞെടുത്ത പങ്കാളി ചിലപ്പോൾ NPD ഉള്ളവർ ആയിരിക്കാം. മൂന്നാമത്തതാണ് ഗ്യാസ് ലൈറ്റിംഗ്. അതായത് സത്യത്തെ മൂടി വെച്ചിട്ട് വേറൊരു രീതിയിൽ ചിത്രീകരിക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെയധികം കൂടുതലാണ്. അതായത് അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ പോലും അത് തെറ്റവർ അംഗീകരിക്കാതെ അവർ സത്യത്തെ വളച്ചൊടിച്ച് ലൈക്ക് ആടിനെ പട്ടിയാക്കാന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെ എല്ലാം കാര്യങ്ങൾ ചെയ്യും. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻസ് ഇടയിൽ ഇതുപോലെയുള്ള ഫീലിങ്സുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംശയിക്കണം, ഈ വ്യക്തി നിങ്ങളോട് ഗ്യാസ് ലൈറ്റിംഗ് ആണ് നടത്തുന്നത്. ആ ഗ്യാസ് ലൈറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ട്രസ്റ്റ് പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. സത്യത്തെ സത്യമായി കാണുകയും അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും കൂടി കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത്തരം പാർട്ട്ണർമാർക്ക് നിങ്ങളുടെ കൂടെ കഴിയുമ്പോൾ അവർ കൂടുതൽ സ്വാർത്ഥരാവുകയാണ് ചെയ്യുന്നത്. ആ സ്വാർത്ഥതയ്ക്കനുസരിച്ചുള്ള വലിയ വിലകൾ നിങ്ങൾ ചിലപ്പോൾ തുടർന്നുള്ള ജീവിതത്തിൽ നൽകേണ്ടതായിട്ട് വരും. നാലാമതായിട്ടാണ് ബ്ലെയിം അതേഴ്സ്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും അവർ അതൊന്നും സംഭവിച്ചു തരില്ല, പകരം മറ്റുള്ള ആളുകൾ കാരണമാണ് തെറ്റ് സംഭവിച്ചത്. നിങ്ങൾക്കിടയിൽ വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാത്രം പൂർണ്ണമായിട്ടും കോംപ്രമൈസ് ചെയ്യണം. അവരൊരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. അവർ പറഞ്ഞ് അവസാനം നിങ്ങൾക്ക് തന്നെ തോന്നും, ഇനി ഞാൻ തന്നെയാണോ തെറ്റ് ചെയ്തത് എന്ന രീതിയിലേക്കുള്ള സംശയങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള മിടുക്ക് ഈ കൂട്ടർക്ക് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അതവർ അംഗീകരിക്കാതിരിക്കുകയും
നിരന്തരം വീഴ്ചകൾ വരികയും ഇതിനൊക്കെ നിങ്ങളുടെ മേലെയാണ് പഴി ചാരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഒരിക്കലും നിങ്ങളോട് കൂടെ ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. സ്വാർത്ഥതയുടെ ലക്ഷണമായിട്ടാണ് അത് കാണുന്നത്. അഞ്ചാമതായിട്ട് കാണുന്ന മറ്റൊരു ലക്ഷണമാണ് നിങ്ങളെ എപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്നും അകറ്റും, ഫാമിലിയിൽ നിന്ന് അകറ്റും. നിങ്ങളെ ആരൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് അകറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്നേഹത്തോടു കൂടി പറയും, നമുക്ക് നമ്മൾ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മൂന്നാമത് ഒരാളത് അറിയാൻ പാടില്ല. സോ ഫ്രണ്ട്സ് അറിയാൻ പാടില്ല, വീട്ടുകാരറിയാൻ പാടില്ല, സഹോദരന്മാരെ അറിയാൻ പാടില്ല, ബന്ധുജനങ്ങൾ അറിയാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വേരുകളെയും അവർ അറുത്ത് കളയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഒരു വേരിൽ മാത്രം ഒരു മരം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരും. ഇതിൻ്റെ ഫലമായിട്ട് ഫ്രണ്ട്സിനുള്ള കമ്മ്യൂണിക്കേഷൻസ് അവസാനിപ്പിക്കുന്നു. ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊരു സംശയത്തിൻ്റെ മുന്നിൽ വെച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇനി ഇത് കാരണം ഒരു ഫാമിലി ലൈഫ് അപകടത്തിലാകണ്ടെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആദ്യമൊക്കെ കോംപ്രമൈസ്ഡ് ആകാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നൈബേഴ്സ്, റിലേറ്റീവ്സ്, കസിൻസ് ഇവരൊക്കെയായിട്ടുള്ള എല്ലാ ഇൻ്ററാക്ഷൻസും പരമാവധി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം എന്താ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയാണ്. എന്നാൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു നഷ്ടവും വരുന്നില്ല. അയാളുടെ എല്ലാ ബന്ധങ്ങളും അവിടെ തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും. സോ നിങ്ങളെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും അനാവശ്യമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്ന വ്യക്തികളെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും അല്ലെങ്കിൽ ആ ബന്ധമൊക്കെ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് മറ്റു പല പദ്ധതികളുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ എല്ലാ കാലത്തും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കോംപ്രമൈസ് ആയി പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ആറാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഹൈ ആൻഡ് ലോ ഇമോഷൻസ്. അതായത് ചില സമയത്ത് വളരെയധികം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. അത് ദേഷ്യമാകാം, സങ്കടമാകാം, സന്തോഷമാകാം, സ്നേഹമാകാം, വാശിയാകാം, പിണക്കമാകാം. ചില സമയത്ത് ഇതൊന്നുമില്ലാത്ത പോലെ വളരെ ലോ ലെവലിലായിരിക്കും വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം വരും. കാരണം എന്താ, നിങ്ങൾക്ക് കെയർ കിട്ടേണ്ട സ്ഥലത്ത് കെയർ കിട്ടുന്നില്ല, ഷെയർ ചെയ്യേണ്ട സ്ഥലത്ത് ഷെയർ ചെയ്യുന്നില്ല, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, ഇമോഷൻസ് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത സമയത്ത് അമിതമായിട്ട് ദേഷ്യപ്പെടുകയോ വാശി കാണിക്കുകയോ ഒക്കെ എല്ലാം ചെയ്യുന്നു. സോ പ്രാധാന്യമനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെയായിരിക്കും തോന്നുന്നത്. അങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വേണം നമ്മളത് മനസ്സിലാക്കാനായിട്ട്. ഏഴാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ലക്ഷണമാണ് ആദ്യ കാഴ്ചകളിലും ആദ്യ സംസാരങ്ങളിലൊക്കെ എല്ലാം നമുക്ക് വളരെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഡേ ബൈ ഡേ കഴിയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത പാർട്ട്ണറിൽ നിന്ന് സ്നേഹവും പരിചരണവും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ മിനിമം ആയിട്ട് പോലും കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ആദ്യം വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ എല്ലാം നൽകും. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊന്നും പലപ്പോഴും അവർക്ക് പാലിക്കാനായിട്ട് കഴിയുന്നതല്ല. അതിൻ്റെ ഫലമായിട്ട് നാളുകൾ കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവുകയും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരു സെൽഫ് ഡൗട്ട് തോന്നും. അതായത് ഞാൻ സെലക്ട് ചെയ്ത പാർട്ട്ണർ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചിന്ത നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ രണ്ടഭിപ്രായം വന്നു എന്നുള്ളതാണ്. സോ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിൻ്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ബന്ധം തുടരണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അതുകൂടാതെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ജീവനും നല്ലത്. സോ ഈ പറയുന്ന 7 ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കിയതിന് ശേഷം അതിനുവേണ്ടി ഒരു എക്സ്പെർട്ട് അഡ്വൈസറിനെ കൂടി എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ പാർട്ട്ണറുമായിട്ടൊരു ബന്ധം തുടരണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ തീരുമാനം എടുക്കുക. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.